എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC യുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിൽ നിന്നും എടുത്തിട്ടുള്ള GK ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ധാന്യമണികൾ മണ്ണിൽ കുഴച്ച് നിർമ്മിക്കുന്ന ധാന്യഗുളികകൾ അഥവാ ധാന്യപ്പന്തുകൾ വികസിപ്പിച്ചെടുക്കുന്ന രീതി ആവിഷ്കരിച്ചത്. ധാന്യമണികൾ മണ്ണിൽ കുഴച്ച് നിർമ്മിക്കുന്ന ധാന്യഗുളികകൾ അഥവാ ധാന്യപ്പന്തുകൾ വികസിപ്പിച്ചെടുക്കുന്ന രീതി ആവിഷ്കരിച്ചത് ഫുക്കുവോക്കയാണ് ധാന്യമണികൾ മണ്ണിൽ കുഴച്ച് നിർമ്മിക്കുന്ന ധാന്യഗുളികകൾ അഥവാ ധാന്യപ്പന്തുകൾ വികസിപ്പിച്ചെടുക്കുന്ന രീതി ആവിഷ്കരിച്ചത്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയ സംഘടന. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയ സംഘടന യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭയാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയ സംഘടന. നാഷണൽ ഡ്രിങ്കിംഗ് വാട്ടർ മിഷൻ ആരംഭിച്ച വർഷം. നാഷണൽ ഡ്രിങ്കിംഗ് വാട്ടർ മിഷൻ ആരംഭിച്ച വർഷം 1986. 1986 നാഷണൽ ഡ്രിങ്കിംഗ് വാട്ടർ മിഷൻ ആരംഭിക്കുന്നത്. നാഷണൽ കെമിക്കൽ ലാബോറട്ടറി എവിടെയാണ്? നാഷണൽ കെമിക്കൽ ലാബോറട്ടറി എവിടെയാണ്? പൂനെ. പൂനെയിലാണ് നാഷണൽ കെമിക്കൽ ലാബോറട്ടറി. പല്ലില്ലാത്ത തിമിംഗലം. പല്ലില്ലാത്ത തിമിംഗലം ബാലീൻ തിമിംഗലം. ബാലീൻ തിമിംഗലമാണ് പല്ലില്ലാത്ത തിമിംഗലം. പാട്രിസ് ലുമുംബ ആരാണ്? പാട്രിസ് ലുമുംബ ആരാണ്? കോങ്കോയുടെ സ്വാതന്ത്ര്യ സമര നായകൻ. കോങ്കോയുടെ സ്വാതന്ത്ര്യ സമര നായകനാണ് പാട്രിസ് ലുമുംബ. പാരാതെർമോണിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം. പാരാതെർമോണിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ടെറ്റനി. ടെറ്റനിയാണ് പാരാതെർമോണിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം. പാടല നഗരം പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത്. പാടല നഗരം പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ജയ്പൂർ. ജയ്പൂറാണ് പാടല നഗരം പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത്. PC കുട്ടിക്കൃഷ്ണൻ്റെ തൂലികാനാമം. PC കുട്ടിക്കൃഷ്ണൻ്റെ തൂലികാനാമം ഉറൂബ്. ഉറൂബ് എന്നാണ് PC കുട്ടിക്കൃഷ്ണൻ്റെ തൂലികാനാമം. പിൽഗ്രിം പ്രോഗ്രസ് രചിച്ചത്. പിൽഗ്രിം പ്രോഗ്രസ് രചിച്ചത് ജോൺ ബന്യൻ. ജോൺ ബന്യനാണ് പിൽഗ്രിം പ്രോഗ്രസ് രചിച്ചത്. പുഞ്ചകൃഷിയുടെ കാലം. പുഞ്ചകൃഷിയുടെ കാലം മേടമാസം. മേടമാസത്തിലാണ് പുഞ്ചകൃഷി നടക്കുന്നത്. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ്. പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം. ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമായ ആറ്റം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടനാണ് പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമായ ആറ്റം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ബുദ്ധൻ ജനിച്ച വർഷം. ബുദ്ധൻ ജനിച്ച വർഷം BC 563. BC 563 ബുദ്ധൻ ജനിച്ചത്. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ. ദാമോദറാണ് ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 3 പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യയിൽ നിന്ന് ഉണ്ടായിരുന്നത്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 1948 നിയോഗിച്ച കമ്മിറ്റി. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 1948 നിയോഗിച്ച കമ്മിറ്റി SK ധർ കമ്മിറ്റി. SK ധർ കമ്മിറ്റിയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 1948 നിയോഗിച്ച കമ്മിറ്റി. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യൻ. സൂര്യനാണ് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം. ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണം. ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണം സീസ്മോഗ്രാഫ്. സീസ്മോഗ്രാഫാണ് ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണം. പ്രകാശത്തിൻ്റെ വേഗം എത്ര ലക്ഷം മൈലാണ്? പ്രകാശത്തിൻ്റെ വേഗം എത്ര ലക്ഷം മൈലാണ്? 1.86 ലക്ഷം മൈൽ. 3 ലക്ഷം കിലോമീറ്റർ. 1.86 ലക്ഷം മൈലാണ് പ്രകാശത്തിൻ്റെ വേഗം. പ്രസിഡന്റിൻ്റെ വിലക്കധികാരം വീറ്റോ പവർ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാനുച്ഛേദം. പ്രസിഡന്റിൻ്റെ വിലക്കധികാരം അഥവാ വീറ്റോ പവർ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാനുച്ഛേദം 111.
ഭരണഘടനാ അനുച്ഛേദം 111 പ്രസിഡന്റിന്റെ വിലക്കധികാരം അഥവാ വീറ്റോ പവർ വ്യവസ്ഥ ചെയ്യുന്നത്. പ്രഥമ ദേശാഭിമാനി പുരസ്കാരത്തിന് അർഹനായത്. പ്രഥമ ദേശാഭിമാനി പുരസ്കാരത്തിന് അർഹനായത് MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായരാണ് പ്രഥമ ദേശാഭിമാനി പുരസ്കാരത്തിന് അർഹനായത്. ഫ്രാൻസിനും ജർമ്മനിക്കും ഇടയിലുള്ള അതിർത്തി രേഖ. ഫ്രാൻസിനും ജർമ്മനിക്കും ഇടയിലുള്ള അതിർത്തി രേഖ മാജിനോട്ട് ലൈൻ. മാജിനോട്ട് ലൈനാണ് ഫ്രാൻസിനും ജർമ്മനിക്കും ഇടയിലുള്ള അതിർത്തി രേഖ. ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ട വർഷം. ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ട വർഷം 1828. 1828 ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ടത്. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എന്ന പുസ്തകം രചിച്ചത്. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എന്ന പുസ്തകം രചിച്ചത് പവനൻ. പവനാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എന്ന പുസ്തകം രചിച്ചത്. ഭ്രാന്തൻ ചാന്നാൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഭ്രാന്തൻ ചാന്നാൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയിലെ കഥാപാത്രമാണ് ഭ്രാന്തൻ ചാന്നാൻ. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നിലവിൽ വരുമ്പോൾ വൈസ്രോയി. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആയിരുന്നത് കാനിങ് പ്രഭു. കാനിങ് പ്രഭു ആയിരുന്നു ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആയിരുന്നത്. 1986 കാണപ്പെട്ട വാൽ നക്ഷത്രം. 1986 കാണപ്പെട്ട വാൽ നക്ഷത്രം ഹാലി. ഹാലി വാൽ നക്ഷത്രമാണ് 1986 കാണപ്പെട്ട വാൽ നക്ഷത്രം. 1929 പാസാക്കിയ ശാരദ ആക്ട് പ്രകാരം പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിവാഹപ്രായം യഥാക്രമം 14 18 ഉയർത്തിയത് ഏത് വൈസ്രോയുടെ കാലത്താണ്? ഇർവിൻ പ്രഭു. ഇർവിൻ പ്രഭുവിൻ്റെ കാലത്ണ് 1929 പാസാക്കിയ ശാരദ ആക്ട് പ്രകാരം പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിവാഹപ്രായം യഥാക്രമം 14 18 ഉയർത്തിയത്. ഇർവിൻ പ്രഭുവിൻ്റെ കാലത്ത്. മനുഷ്യൻ്റെ മുഖത്തെ അസ്ഥികൾ. മനുഷ്യൻ്റെ മുഖത്തെ അസ്ഥികൾ 14 അസ്ഥികളാണ് മനുഷ്യൻ്റെ മുഖത്തെ അസ്ഥികൾ. അന്താരാഷ്ട്ര സമാധാന ദിനം. അന്താരാഷ്ട്ര സമാധാന ദിനം സെപ്റ്റംബർ 21. സെപ്റ്റംബർ 21 അന്താരാഷ്ട്ര സമാധാന ദിനം. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ്. ഹേഗിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം. മലബാർ കലാപം നടന്ന വർഷം. മലബാർ കലാപം നടന്ന വർഷം 1921. 1921 മലബാർ കലാപം നടന്നത്. മാരുതി ഉദ്യോഗ് ഏത് ജാപ്പാനീസ് കമ്പനിയുമായിട്ടാണ് സഹകരിക്കുന്നത്? മാരുതി ഉദ്യോഗ് ഏത് ജാപ്പനീസ് കമ്പനിയുമായിട്ടാണ് സഹകരിക്കുന്നത്? സുസുക്കി. ജാപ്പനീസ് കമ്പനിയായ സുസുക്കിയുമായിട്ടാണ് മാരുതി ഉദ്യോഗ് കമ്പനി സഹകരിക്കുന്നത്. മാജ്യാറുകൾ എവിടുത്തെ ജനതയാണ്? മാജ്യാറുകൾ എവിടുത്തെ ജനതയാണ്? ഹംഗറി. ഹംഗറിയിലെ ജനതയാണ് മാജ്യാറുകൾ. മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ യഥാർത്ഥ പേര്. മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ യഥാർത്ഥ പേര് പി ശങ്കരൻ നമ്പൂതിരി. പി ശങ്കരൻ നമ്പൂതിരി എന്നാണ് മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ യഥാർത്ഥ പേര്. മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവ് രാമസ്വാമി ദീക്ഷിതർ രൂപം നൽകിയ പ്രശസ്ത രാഗം. മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവ് രാമസ്വാമി ദീക്ഷിതർ രൂപം നൽകിയ പ്രശസ്ത രാഗം ഹംസധ്വനി. ഹംസധ്വനി രാഗമാണ് മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവ് രാമസ്വാമി ദീക്ഷിതർ രൂപം നൽകിയ പ്രശസ്ത രാഗം. അജന്ത ഗുഹകൾ കണ്ടെത്തിയ വർഷം. അജന്ത ഗുഹകൾ കണ്ടെത്തിയ വർഷം 1819. 1819 അജന്ത ഗുഹകൾ കണ്ടെത്തിയത്. മുലപ്പാലുണ്ടാക്കുന്ന ഹോർമോൺ. മുലപ്പാലുണ്ടാക്കുന്ന ഹോർമോൺ പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിനാണ് മുലപ്പാലുണ്ടാക്കുന്ന ഹോർമോൺ. അമേരിക്കൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? അമേരിക്കൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബിൽ ഓഫ് റൈറ്റ്സ്. ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് അമേരിക്കൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ അറിയപ്പെടുന്നത്. അറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ അത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള അറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ അത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ അത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അശോക് മേത്ത കമ്മിറ്റിയെ തുടർന്ന് ഗ്രാമവികസനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് 1985 നിയോഗിക്കപ്പെട്ട സമിതി. അശോക് മേത്ത കമ്മിറ്റിയെ തുടർന്ന് ഗ്രാമവികസനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് 1985 നിയോഗിക്കപ്പെട്ട സമിതി GVK റാവു കമ്മിറ്റി. GVK റാവു കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റിയെ തുടർന്ന് ഗ്രാമവികസനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് 1985 നിയോഗിക്കപ്പെട്ട സമിതി.
ആരുടെ നേതൃത്വത്തിലാണ് അന്തർജന സമാജം രൂപം കൊണ്ടത്? ആരുടെ നേതൃത്വത്തിലാണ് അന്തർജന സമാജം രൂപം കൊണ്ടത്? ആര്യാപ്പള്ളം. ആര്യാപ്പള്ളത്തിൻ്റെ നേതൃത്വത്തിലാണ് അന്തർജന സമാജം രൂപം കൊണ്ടത്. UN ചാർട്ടർ ഒപ്പുവയ്ക്കപ്പെട്ട വർഷം? UN ചാർട്ടർ ഒപ്പുവയ്ക്കപ്പെട്ട വർഷം 1945. 1945 UN ചാർട്ടർ ഒപ്പുവയ്ക്കപ്പെട്ടത്. UPSC ആസ്ഥാനം? UPSCയുടെ ആസ്ഥാനം ധോൽപൂർ ഹൗസ്. ധോൽപൂർ ഹൗസാണ് UPSC ആസ്ഥാനം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള തീയതി 1948 ജൂണിൽ നിന്ന് 1947 ഓഗസ്റ്റിലേക്ക് മാറ്റിയത് ആരുടെ ഏറ്റവും വിവാദ തീരുമാനമായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള തീയതി 1948 ജൂണിൽ നിന്ന് 1947 ഓഗസ്റ്റിലേക്ക് മാറ്റിയത് ആരുടെ ഏറ്റവും വിവാദ തീരുമാനമായിരുന്നു? മൗണ്ട് ബാറ്റൻ പ്രഭു. മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ ഒരു വിവാദ തീരുമാനമായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള തീയതി 1948 ജൂണിൽ നിന്ന് 1947 ഓഗസ്റ്റിലേക്ക് മാറ്റിയത്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കർ. ലോക്സഭാ സ്പീക്കറാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ നൂതന സവിശേഷതയായി നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചതാര്? ഇന്ത്യൻ ഭരണഘടനയുടെ നൂതന സവിശേഷതയായി നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചതാരാണ്? ഡോക്ടർ അംബേദ്കർ. ഡോക്ടർ അംബേദ്കറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നൂതന സവിശേഷതയായി നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 226 പേർ. 226 പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം എത്ര പേരാണ് ഉണ്ടായിരുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 299 പേർ. 299 പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ഉണ്ടായിരുന്നത്. ഭാരത സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത്? ഭാരത സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് അറ്റോർണി ജനറൽ. അറ്റോർണി ജനറലാണ് ഭാരത സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം 323A. ഭരണഘടനാനുച്ഛേദം 323Aയിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം? അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം 165. ഭരണഘടനാനുച്ഛേദം 165ലാണ് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. മദ്യനിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാനുച്ഛേദം? മദ്യനിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാനുച്ഛേദം 47. ഭരണഘടനാനുച്ഛേദം 47ലാണ് മദ്യനിരോധനം വ്യവസ്ഥ ചെയ്യുന്നത്. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. 1951ലാണ് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്ന വർഷം? ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1952. 1952ലാണ് ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഭരണഘടനയുടെ 263 അനുച്ഛേദം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഭരണഘടനയുടെ 263 അനുച്ഛേദം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ. ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ചാണ് ഭരണഘടനയുടെ 263 അനുച്ഛേദം പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ 52ാം ഭേദഗതിയിലൂടെ 1985ലെ 52ാം ഭേദഗതിയിലൂടെ രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി? ഭരണഘടനയുടെ 52ാം ഭേദഗതിയിലൂടെ രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയായിരുന്നു ഭരണഘടനയുടെ 1985ലെ 52ാം ഭേദഗതിയിലൂടെ രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവനായിരുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവനായിരുന്നത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവനായിരുന്നത്.
ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളുടെ എണ്ണം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളുടെ എണ്ണം 22. 22 കമ്മിറ്റികളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. അധകൃതർ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അധകൃതൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് KP വള്ളോൻ. KP വള്ളോനാണ് അധകൃതൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അമേരിക്ക കണ്ടെത്തിയത് ക്രിസ്റ്റഫർ കൊളംബസ്. ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അമേരിക്ക കണ്ടെത്തിയത്. ആദ്യത്തെ വനിതാ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അഡാ ലവ്ലേസ്. ആദ്യത്തെ വനിതാ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അഡാ ലവ്ലേസ്. അഡാ ലവ്ലേസ് ആണ് ആദ്യത്തെ വനിതാ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ. മാനവശേഷി വികസന മന്ത്രാലയം രൂപവത്കരിച്ച പ്രധാനമന്ത്രി. മാനവശേഷി വികസന മന്ത്രാലയം രൂപവത്കരിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയാണ് മാനവശേഷി വികസന മന്ത്രാലയം രൂപവത്കരിച്ച പ്രധാനമന്ത്രി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.